പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അടങ്ങും. അയ്യോ, നീ എളുപ്പം നിർവഹിക്കാം. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് അതൊക്കെ ഇഷ്ടാവോ? എന്നെ കുഴപ്പിക്കല്ലേ. പിന്നെ സാറിന്റെ സമാധാനത്തിനോട് ഒരു കാര്യം ചെയ്യാം. എന്റെ അപ്പൻ എന്നോട് എറണാകുളത്തോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. അല്ലാതെ ഈ കോക്കാനെ പഠിച്ചിട്ടൊന്നുമല്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് തന്നെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇത് പിടി, എന്നിട്ട് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യും. ഇതാ എന്റെ വീട്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ഇവിടെ പൈസ കൊടുക്കണ. വേറെ ഐറ്റം കൂടി ഉണ്ട്. ലുക്ക്, അതെന്താണ്? പിടിച്ച് തിന്നല്ലേടാ. നീ വിളിച്ചാ ഞാൻ വരാതിരിക്കട്ടെ. ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. എങ്ങോട്ട് നോക്കാൻ? അവനെ സേലത്തിറക്കി വിട്ടാ മതി. കാണുന്ന പോലെയല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാ. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും പുറത്തിറക്കി വിടരുത്. എനിക്ക് വിടുക മാറ്റേ. ഇത് അവന്റെ ടിക്കറ്റും, ബാക്കി നിങ്ങൾ എടുത്തോ. വാരടയ്ക്ക് പോയി. അപ്പോ നമ്മൾ ഇനി എപ്പോഴേക്കാ കാണാ? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ കുട്ടി അങ്ങോട്ട് വന്നാ മതി. രാജയുടെ കളി ഇനി കേരളത്തിൽ. തമിഴ്നാട്ടിൽ നിന്നൊരു ഗുണ്ട കെട്ടിയെടുക്കുന്നു പറഞ്ഞപ്പോ ഇത്ര ഗ്ലാമർ പ്രതീക്ഷില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ ഇവൻ എന്റെ മെക്കെട്ട് കയറാ. അത്രക്ക് ഇഷ്ടായിരുന്നു. അന്നിപ്പോ മുരിങ്ങക്കോല് പോലെ ഇരുന്നേ, ഇന്നിപ്പോ മുരിങ്ങക്കോലിന് കൈയും കാലും വെച്ചതുപോലെ ഉണ്ട്. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ പൈസലേ? എന്താണ് നീ എന്താണ് ഹാപ്പി ആവാത്തത്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്